എന്തായാലും വേഗം പണിക്ക് വേഗം തീർപ്പിക്കാം. ഹോസ് ഉന്തു ഉന്തു കുറച്ച് എഡിറ്റിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നതിന് ശേഷം കിടക്കുമ്പോൾ 12 മണി ആവാനായിട്ടുണ്ട്. നമുക്കിനി വെറും 2 മണിക്കൂർ മാത്രം ബാക്കിയുണ്ട് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു 2 മണി 2:30 ആ ഒരു ടൈമിൽ എണീറ്റു പണിയൊക്കെ തീർത്തു. പിന്നെ ഒരു ഹറിബറി ഒരു 3:30 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഇന്നൊരു കുട്ടി ട്രിപ്പ് പോകുന്നു ഊട്ടിയിലേക്ക്. അപ്പം അതിൻ്റെ ഒരു ട്രിപ്പ് വ്ളോഗായിട്ട് അല്ലെങ്കിൽ ഊട്ടി ഡയറീസോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാൻ. ചാനൽ ഫസ്റ്റായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എപ്പോഴും ഊട്ടിയിലേക്ക് പോകുന്നത് നമ്മൾ വയനാട് ചുരം കയറി അങ്ങനെയാണ് പോകല്. ഇപ്രാവശ്യം അത് മാറ്റി പിടിച്ചു. നിലമ്പൂർ വഴി നിലമ്പൂർ ഗൂഡല്ലൂർ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇടയിലൊന്ന് നിർത്തി ചായ കാലിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പം നിലമ്പൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ടലിൽ കണ്ടപ്പോൾ അവിടെ നിർത്തി എല്ലാവരും ചായ അതേമാതിരി വെള്ളപ്പം അങ്ങനത്തെ ചെറിയ ലൈറ്റായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. കാരണം വീട്ടിൽ നിന്ന് ഒരു 3:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഏതായാലും നിലമ്പൂർ അങ്ങനെ എത്തുമ്പോൾ തന്നെ 1 hour പിടിക്കും. പിന്നെ എല്ലാവർക്കും ഉറക്കപ്പിച്ചുണ്ടാവുമല്ലോ, കാരണം നേരെ വൈകിട്ടാണ് കിടന്നത്. പിന്നെ ഒന്നാമത് ഞാൻ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, കുട്ടി പാക്കിങ്ങും കാര്യങ്ങളും, പിന്നെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെക്കലൊക്കെ എൻ്റെ വർക്കായതുകൊണ്ട് അങ്ങനത്തെ കുറച്ചേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം കുറേ ലേറ്റായിപ്പോയി. ചിലരൊക്കെ അനീതിമാരൊക്കെ പിന്നെ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓരോ ചെറിയ ചെറിയ കുട്ടി വർക്ക് കാരണം നേരെ വൈകി. അതിൻ്റെ ചെറിയ പെശകുണ്ടായിരുന്നു. രാവിലെ തീരെ ഉറങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മുഷ്കിലാണ്. കുറച്ചൊന്നും ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാ കാറിൽ കയറി ചായ കുടിച്ചതിന് ശേഷം കാറിൽ കയറിയപ്പോൾ ഞാനൊരു ചെറിയൊരു ഉറങ്ങിനീറ്റ് അതാ നമ്മൾ ചുരത്തുമ്മൽ എന്താ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. നമ്മൾ ഏകദേശം ആ ചുരമൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ പിന്നെ എണീറ്റു. കാരണം നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ക്ലൈമറ്റും ആയിരുന്നു. അപ്പം അതൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും എണീറ്റേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ലൈമറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത നല്ല ക്ലൈമറ്റ് ഉണ്ട്. നമ്മളവിടുത്തെ 36-37 ഡിഗ്രി ഒക്കെ വെച്ച് നോക്കുമ്പം അവിടെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. മെയിനായിട്ട് ക്ലൈമറ്റ് ആസ്വദിക്കാൻ പോയതാണ്, അത് വേറെ കാര്യം. കാരണം ഊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമ്മൾ എപ്പോഴും പൊതുവേ കണ്ട സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചതാണ് റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും ഒഴിവാക്കി പിടിക്കണം എന്നുള്ളത്. കാരണം എപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കയറി ചെല്ലുക അവിടേക്കാണ്. അപ്പം ഇപ്രാവശ്യം അതൊക്കെ ഒഴിവാക്കണമെന്ന് ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ കുറച്ച് സോർട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളിൽ ആ 2 പ്ലാനിങ്ങേ ഇല്ല. അതിനെക്കൊണ്ട് അവിടേക്ക് പോയിട്ടുമില്ല. പോയി ജസ്റ്റ് കയറിയിട്ടൊന്നുമില്ല. അവിടെ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞളിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാ പോണ വഴിക്ക് ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയപ്പോൾ ക്ലാസ്സൊക്കെ താത്തി പുറത്തത്തെ ക്ലൈമറ്റ് ആസ്വദിക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. കാരണം തീരെ ടൈമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ തലേന്ന് ഷോപ്പിങ്ങിനും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. ചെറിയൊരു ഉറങ്ങി നീറ്റാൽ എല്ലാവരും ഉഷാറായത്. പിന്നെ ഇ പാസ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇ പാസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇന്ന് ഞാനിപ്പോൾ ഒരു ന്യൂസ് കേട്ടത് ഇ പാസ് ഇനി ഒഴിവാക്കാമെന്നാണ് കേട്ടത്. കാരണം തിരക്ക് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഇ പാസ് ഒഴിവാക്കുന്നു കേട്ടു. ഇനി എന്താണെന്നറിയില്ല. ഇ പാസ് എടുത്ത് പോകണമെന്നാണ് ബെറ്റർ. കാരണം ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല ചെക്കിങ് ഉണ്ട്. ഈ പാസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പോകുന്നുണ്ടെങ്കിൽ ഊട്ടി കൊടൈക്കനാൽ ആ റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പാസ്സൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് പോയാൽ മതി. വെറുതെ എന്തിനാ അവിടത്തെ പോയിട്ട് വെറുതെ നമ്മൾ ചൊറയിൽ കുടുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ പാസ്സൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി പോയി കഴിഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റി നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചൊറൊന്നും ഇല്ലാണ്ട് വെല്ലം ഇങ്ങനെ പോവാം. പിന്നെ ഈ ഊട്ടി വയനാട് കൊടൈക്കനാൽ ഇങ്ങനെ
ഈ ഭാഗത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഒരു 2 മണി 3 മണി ആ ടൈമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 6 o'clock 7 o'clock ഒക്കെ ആകുമ്പോഴത്തേന് അവിടെ എത്തിയിട്ടുണ്ടാവും, ഏകദേശം എത്താനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ രാവിലത്തെ ആ ക്ലൈമറ്റ് ഉണ്ടല്ലോ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ പോവാം. അപ്പോഴേ നമുക്ക് ഈ കാലാവസ്ഥയിൽ ഞങ്ങൾ കുറേ വട്ടം ഊട്ടി പോയിട്ടുണ്ട്. പോയതൊക്കെ ആ ഒരു ഉച്ച സമയത്താണ് അവിടെ എത്തുക, അല്ലെങ്കിൽ മഴൻ്റെ ടൈമിലാണ് പോയത്. എത്ര പോയിട്ടുണ്ടെങ്കിൽ ചളി പിളി കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഉച്ചക്കുള്ള ആ ക്ലൈമറ്റേ കിട്ടാറുള്ളൂ. ഇപ്രാവശ്യം പിന്നെ നേരത്തെ പോയതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഗൈസ്, നിങ്ങളിത് കാണണം. ഷൂടാണ്ട് ചെരുപ്പിട്ട് സോക്സൊക്കെ ഇട്ട് വരുന്ന ആളെ എനിക്കതൊക്കെ കാണണം കേട്ടോ. ഈ സ്ഥാനത്ത് കയറണം. ഇതെന്ത് കമ്പിയാ? ഊഞ്ഞാലാട്ടി തരും. വാ വാ വാങ്ങോ. അതൊന്നും എവിടെ ഞാൻ ചിൽഡ്രൻ അല്ലേ. അത് ഇതാണെന്ന് തോന്നുന്നു. അതിന്റെ പേര് കറണ്ട് ആ തോന്നണു. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പോവാതിരിക്കാൻ എന്ത് പേടിപ്പി? പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയതാണ്. അതിനെക്കൊണ്ട് പിന്നെ അതിൽ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം അത്രയും തിരക്കാണ് അവിടെ, നല്ല തിരക്കാണ്. പൊതുവേ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ അത്രമാത്രം തിരക്കുണ്ട്. ഇതിൽ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എത്ര തിരക്കുണ്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതേക്കൊണ്ട് കഴിയുന്നതും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് പാർക്കിങ്ങിന് എവിടെയും സ്ഥലമില്ല. അപ്പം ഒരു ഹോട്ടലിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണ്ടി വരും അതിൻ്റെ സ്ഥലത്തേക്ക് കയറാൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുണ്ട് നമുക്ക് ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കഴിച്ച് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ നൈറ്റിലുള്ള ഫുഡ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ. അതും പിന്നെ ഇവിടെ തിരിച്ച് വരുമ്പോൾ നിലമ്പൂർ ആ ഭാഗത്തു നിന്ന് തന്നെ കഴിച്ചതും ചെയ്തത്. പിന്നെ നല്ല ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ അടിപൊളി സൺറൈസും കണ്ടു. പിന്നെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങുക, ഫോട്ടോ എടുക്കുക. അതാണല്ലോ നമ്മളെ മെയിൻ. റീൽസ് ഫോട്ടോസ് എടുക്കുക. നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും മെയിൻ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണോണ്ടാണ് ഈ മെയിനായിട്ട് നമ്മൾ ഓരോ സ്പോട്ടിൽ നിർത്തി എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങളിലേക്ക് എത്തിക്കാൻ. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് നല്ലപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നിർത്തി ഇനിയിപ്പോൾ നേരെ വൈകിയാലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ എല്ലാവരും ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളും അങ്ങനെയും വരും. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ കാര്യം പിന്നെ ഊട്ടിയിലേക്ക് കയറി അവിടെ തന്നെ എത്തുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും റോഡ് സൈഡിൽ ഫുള്ള് ക്യാരറ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ക്യാരറ്റ് കൃഷി സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് ഇതേമാതിരി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സ്ലോലിയാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത്.
ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കാലത്ത് പണി തുടങ്ങും. പിന്നെ ഒരു ഉച്ച ആ സമയമാകുമ്പോഴത്തേനും ഇവരെല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഇവർ ഈ വാങ്ങിച്ചത് ഈ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുക, സെയിൽ ചെയ്യുക. ഇതാണല്ലോ അവിടുത്തെ മെയിൻ ഓരോ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഊട്ടി, കൊടൈക്കനാൽ, ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മെയിൻ ഇവരെ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ. നല്ല ഫ്രഷ് ക്യാരറ്റാട്ടോ ഞാൻ വാങ്ങിച്ചും ചെയ്തിരുന്നു. നല്ല നമുക്ക് എന്താണ് നമ്മൾ സാധാ വാങ്ങുന്ന ക്യാരറ്റിനെക്കാട്ടിയും ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അങ്ങനെ പോയവർക്കൊക്കെ ഏകദേശം അറിയാൻ മതിയാവും. പൊതുവേ ക്യാരറ്റ് ഊട്ടി പോയിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വാങ്ങി കഴിക്കുക, മാങ്ങ വാങ്ങി കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതാ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം. 6 ആൾക്കാർ. അവിടേക്ക് പോയി നടന്നു പോകണേ. ആ വീഡിയോ അല്ല, ഇങ്ങനത്തെ വീഡിയോ അല്ലേ, എനിക്ക് മറ്റേ ആംഗിൾ വീഡിയോ. ഹോസ് ഉണ്ടു കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനും അവിടെ വന്ന് ഓടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ കുതിര നമ്മളെ വൈത്തല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് പോയിന്റ് ഒരു മെയിൻ ഹൈലൈറ്റ് ആണല്ലോ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ. ദൂരേക്ക് കുതിക്കും മാണിക്കച്ചമ്പഴുക്ക. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ അവസ്ഥ. ചൂട് ഉച്ച ആവുമ്പോൾ നല്ല ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ചൂട്. അതിനെക്കൊണ്ട് എന്തായാലും പുല്ല് കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, പണ്ടത്തെ ഉള്ളൊരു ഭംഗി ഇപ്പം ഇല്ല. ഇനിയിപ്പം എന്തായാലും സീസൺ മാറുമല്ലോ. സീസൺ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ സംഭവങ്ങളും മാറുമല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാ അതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നല്ലൊരു തണുപ്പത്ത് ക്ലൈമറ്റ് നമ്മളെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ടൈമിൽ ഇങ്ങനത്തെ സ്പോട്ടിലേക്ക് വരുന്ന കേട്ടോ. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുമായിരിക്കും. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണല്ലോ. സീസൺ ടൈമിലായിക്കഴിഞ്ഞാൽ മെയിൻ തിരക്കായിരിക്കുമല്ലോ. പിന്നെ ഒന്ന് വെക്കേഷന് അല്ലെങ്കിൽ പിന്നെ ഡിസംബർ ആ ഒരു ടൈമിൽ നല്ല തിരക്കായിരിക്കും. ഊട്ടി കൊടൈക്കനാലൊക്കെ റൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ സാധാ ജാനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിൽ വരുന്ന അപ്പോഴും കുഴപ്പം നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ഹൈ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടി അഥവാ ഉദകമണ്ഡലം. അവിടെ ഷൂട്ടിംഗ് സ്പോട്ടിലാണുള്ളത്. ഇത് നല്ലൊരിതാണ്. അതെ ഇതാണ് ഇത് നല്ലൊരിതാണ് കേട്ടോ. 30 റുപ്യാണ്, ഒന്നുമില്ല അങ്ങോട്ട്. പച്ചപ്പൊന്നുമില്ല, പച്ചപ്പും പരവതാനികളൊന്നുമില്ല, എല്ലാം ഉണങ്ങിയിരിക്കുന്നത്. ഈ ബാക്കിൽ കണ്ടല്ലോ. നല്ല തണുപ്പുള്ള സീസൺ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. നല്ല തണുപ്പുണ്ട്. നാട്ടിൽ 36-38 ഡിഗ്രി ചൂടിലൊക്കെയാണ് കോഴിക്കോട് ഉള്ളത്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. ബൈക്കിൻ്റെ മുകളിലൊന്നും ജാക്കറ്റൊന്നും ഇല്ലാണ്ട് വരാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ തണുപ്പുണ്ട്. പിന്നെ അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാം. ബൈ. ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടനെ തന്നെ കാണാം. Okay, bye. Thank you for watching.